ടൈലറിംഗ് മെഷീൻ ഉപയോഗിച്ച് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് പ്ലീറ്റ് അല്ലെങ്കിൽ ഫ്രിൽ ഇടാൻ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് മെഷീൻ്റെ ഈ ഒരു സംഭവം കണ്ടില്ല, നമ്മൾ സ്റ്റിച്ച് വലുതാക്കുന്ന ഈ ഒരു സാധനം കണ്ടില്ലേ, ഇത് ഏറ്റവും ടോപ്പിലിടുക. അതായത് നമ്പർ 5-ലൊക്കെ ഇട്ട് കൊടുക്കുക. ഏറ്റവും ടോപ്പിൽ, അതായത് സ്റ്റിച്ച് വലുതാക്കുന്നത് ടോപ്പിലേക്ക് 5-ലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു സൈഡിലേക്ക് നമുക്ക് ടെൻഷൻ സ്പ്രിങ് കാണും. ഈ ഒരു ടെൻഷൻ സ്പ്രിങ് എന്ത് ചെയ്യുക, നല്ല പോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നൂല് പൊട്ടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. നൂല് പൊട്ടിപ്പോകാത്ത രീതിയിൽ നല്ല പോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ടൈറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഫ്രില്ലിൻ്റെ തിക്ക് കൂടിയും കുറയൊക്കെ ചെയ്യാം കേട്ടോ. നമ്മളിവിടെ ഫസ്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോയി നല്ല അടിപൊളിയായിട്ടുള്ള നെറ്റ് ഫാബ്രിക്കിലാണ് കേട്ടോ. നമ്മൾ ഫ്രോക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഫ്രില്ല് നമുക്ക് ഇടേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ നെറ്റ് ഫാബ്രിക്കിലൊക്കെ ഇതേപോലെ ഈസി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഫ്രില്ലിൻ്റെ തിക്ക് പോരാന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അത്രയും പോരാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് തിക്കാക്കി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നെറ്റ് ഫാബ്രിക് അല്ല, നിങ്ങൾക്ക് സാധാ തുണിയിലാണെങ്കിലും ഇതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഫ്രിൽ ഇട്ടെടുക്കാൻ വേണ്ടി പറ്റും. ഇത് നമ്മൾ ചെയ്ത് കാണിക്കുന്നത് സാധാരണ തുണിയിലാണ്. അപ്പോൾ ഉണ്ടോ, ഇതിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫ്രിൽ ഇട്ടെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ മറക്കല്ലേ.